ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ക്രിയേറ്റീവ് സെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ സെക്കൻഡ് ക്ലാസ് നോക്കാം. ആദ്യത്തെ 5 സ്റ്റിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് കാണുമല്ലോ. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. പിന്നെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ബാക്ക് സ്റ്റിച്ചാണ്. ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ബാക്ക് സ്റ്റിച്ചിലൂടെ ഇൻ്റർലേസിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. മറ്റൊരു കളർ നൂലെടുക്കുക. കുറച്ച് 2 ലെയറായിട്ട് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 2-3 ലെയറായിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അതിതുപോലെ സൈഡിൽ നിന്നും കുത്തിയെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റിച്ചിനകത്ത് കൂടി ഇതുപോലെ എടുക്കുക. അധികം വലിക്കാൻ പാടില്ല. ഇങ്ങനെ നിൽക്കണം, നിവർന്ന് നിൽക്കണം. ആ രീതിക്ക് വീണ്ടും അടുത്ത സ്റ്റിച്ചിന് ഉള്ളിൽ കൂടെ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് പതുക്കെ വലിച്ചെടുക്കുക. എൻ്റെ എത്തുമ്പോഴേക്കും ഒത്തിരി വലിക്കാൻ പാടില്ല. ഇങ്ങനെ റെഡിയാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഈ സ്റ്റിച്ച് അങ്ങ് ചെയ്തെടുക്കാം. ബാക്ക് ഇൻ്റർലേസിങ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം. അതിനായിട്ട് 2 ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തടുത്തായിട്ട് 2 ലൈൻ കൊടുക്കുക. അതിനുശേഷം 2 ലൈനിൻ്റെ താഴെയുള്ള ലൈനിൽ നിന്നും നമുക്കിതുപോലെ കുത്തിയെടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് എടുത്ത് അതിൻ്റെ മധ്യത്തിലൂടെ വലിച്ചെടുക്കുക നൂല്. അതിനുശേഷം ഒന്ന് ചരിച്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതായത് താഴത്തെ സ്റ്റിച്ചിൽ നിന്നും ഒന്ന് ചരിഞ്ഞ് നിൽക്കണം സ്റ്റിച്ച്. അതിനുശേഷം ഇതുപോലെ വലിച്ചെടുക്കുക. ഇനി വീണ്ടും അതിനെ മറയ്ക്കാനായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ മധ്യത്തിലൂടെയുള്ള സ്റ്റിച്ച് വഴി പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ ഒന്ന് ചരിച്ച് താഴേക്ക് കുത്തിയെടുത്ത ശേഷം ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. വീണ്ടും മധ്യത്തിലൂടെ കുത്തിയെടുത്ത് കഴിയുമ്പോൾ ആ സ്റ്റിച്ച് കാണാത്ത വിധം ഇങ്ങനെ മറഞ്ഞിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്റ്റിച്ചാണ്. ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഷെവറോൺ സ്റ്റിച്ച് ഫിനിഷായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് കിടക്കാം. അതിനായിട്ട് വീണ്ടും അടുത്തടുത്തായിട്ട് 2 ലൈൻ കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് മുകളിലേക്ക് അല്പം ചരിച്ച് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതുപോലെ നമുക്കൊന്ന് കൊടുക്കാം. ആദ്യത്തെ ഷെവറോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചരിച്ച് ചെയ്തിരുന്നു. അതുപോലെ വേണം ചെയിനും കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രെയിം ഒന്ന് തിരിച്ച് പിടിച്ച ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചരിച്ചൊരു ചെയിൻ കൂടെ ചെയ്തു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇത് ഫുള്ളും ഫിനിഷാക്കിയെടുക്കാം.
ഇപ്പോൾ സിക്സാഗ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് പോകാം. അതിനായിട്ട് വീണ്ടും 2 ലൈൻ ഇതുപോലെ അടുത്തടുത്ത് വരച്ചു കൊടുക്കുക. താഴത്തെ ലൈനിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി തൊട്ടിപ്പുറത്തെ ലൈനിലൂടെ മുകളിലേക്ക് ഇതുപോലൊന്ന് കുത്തിയെടുക്കുക. എൻഡ് എത്തുമ്പോൾ അധികം വലിക്കാൻ പാടില്ല, കാരണം നമുക്കിതൊരു സ്ക്വയർ ഷേപ്പ് പോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു വിരൽ ഉപയോഗിച്ച് പിടിക്കുക. അതിനുശേഷം വീണ്ടും ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. ഇനി വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് അധികം വലിക്കാതെ തന്നെ നമുക്ക് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ സ്റ്റിച്ച് അങ്ങനെ ഓപ്പൺ ചെയിൻ ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റിച്ചിലേക്ക് കിടക്കാം. അതിനായിട്ട് 3 ലൈൻ ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ലൈനിൽ നിന്ന് നമുക്ക് ചരിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ചെയിൻ സ്റ്റിച്ചിൻ്റെ എൻഡിൽ ഇതുപോലെ അല്പം മാറി വേണം നമുക്ക് നൂല് കോർത്തെടുക്കാനായിട്ട്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ എടുക്കാം. വീണ്ടും അതിലൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും അവിടെ നിന്നും ചെയിൻ സ്റ്റിച്ച് കുറച്ച് മാറി വേണം എൻഡ് കൊടുക്കാനായിട്ട്. വീണ്ടും അവിടെ നിന്നും നേരത്തെ കൊടുത്ത അതേ സ്റ്റിച്ചിലേക്ക് ചെയിൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഈ സ്റ്റിച്ച് ഫുള്ളും ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. അതോടൊപ്പം ചുരിദാറിൻ്റെ നെക്കിലും ബോർഡറിലും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻ കൂടിയാണ്. അങ്ങനെ ഇന്നത്തെ 5 സ്റ്റിച്ചുകളും ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമ്മുടേതായ ഒരു കണ്ടെത്തൽ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞുടുപ്പുകളും ടോപ്പുകളും ഒക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്.